ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് അമർത്താൻ മാർക്കറ്റ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനിടയായി. ഉമ്മ മരിച്ചിട്ട് കുറേ പെങ്ങന്മാരുണ്ട്. ഉമ്മ മരിച്ചിട്ട് ഉമ്മാൻ്റെ ഇന്നത്തെ കാലത്ത് നമ്മൾ മുതലുകൾക്കൊക്കെ വേണ്ടി ഇടി കൂടുമ്പോൾ 6 7 പെങ്ങന്മാരുണ്ടെന്നുണ്ട്. അപ്പോൾ ആ ആങ്ങളെ ഉമ്മാൻ്റെ മുതലുകൾ പെങ്ങന്മാർക്ക് ഓരി വെച്ച് കൊടുക്കണമെന്ന് കാണാം. നമുക്കതൊന്ന് കേട്ടോക്കാം, കേട്ടിട്ട് വിശദീകരിക്കാം. സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാല് എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഉമ്മ പോണേരം എൻ്റെ അടുത്ത് കുറച്ച് ഗോൾഡ് ഏൽപ്പിച്ചിരുന്നു. അത് ഇന്നേ വരെ എൻ്റെ പെങ്ങന്മാരും ജ്യേഷ്ഠന്മാരും അനിമാരും ചോദിച്ചിട്ടില്ല. അത് ഞാൻ ഇന്ന് ഇവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഉമ്മയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യുക. ഞങ്ങൾക്കൊക്കെ ഉമ്മച്ചി റബ്ബന ഫിൽ അർഹം സഹീറ. അപ്പോൾ ആ ആങ്ങള ഈ ഉമ്മാൻ്റെ മുതൽ എല്ലാ പെങ്ങന്മാർക്കും കൂടിയിട്ട് ഭാഗിച്ച് വെച്ച് കൊടുക്കണം. അതുവരെ അവർ സ്വത്ത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ സ്വത്തിന് കൂടി തല്ലുകൂടുമ്പോൾ പെങ്ങന്മാരൊരിക്കൽ പോലും ഈ ആങ്ങളോട് ചോദിച്ചിട്ടില്ലാന്ന് ഉമ്മാൻ്റെ മുതൽ എന്ത് ചെയ്ത് ഇരിക്കാമെന്ന് ഒരിക്കലും ചോദിച്ചിട്ടില്ലാന്ന്. ഉമ്മാൻ്റെ മുതൽ ഞങ്ങൾക്ക് പങ്കുവെച്ച് തായോ എന്ന്. ഇന്നത്തെ കാലം നമ്മളൊക്കെ ആണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഉമ്മയും ഉപ്പയും മരിക്കാൻ വേണ്ടി കാത്തിരിക്കണം. അവരത് മുതലുകളോട് അടിച്ച് പിരിഞ്ഞിട്ടാണ് എടുക്കാൻ. ഞങ്ങൾക്ക് ഇത്ര കിട്ടിയില്ല, എനിക്ക് ഇത്ര കിട്ടിയില്ലേ, അവിടെ ഒരു മാതൃക കാണിക്കുന്നു. എൻ്റെ പഠിച്ചോനെ അത് കാണുമ്പോൾ തന്നെ ആ പെങ്ങന്മാർ എനിക്ക് തോന്നുന്ന രണ്ടാമത്തെ പെങ്ങളും മരിച്ചിരിക്കണം. അപ്പം അതിൻ്റെ മരിയോളം സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട്. രണ്ടാമത്തെ പെങ്ങൾ മരിച്ചതുകൊണ്ട് അവരെ മരിയോളം സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ആ കുട്ടിക്കും കൊടുക്കുന്നുണ്ട് അതേമാതിരി. അപ്പം നിങ്ങൾ മരണം വരെ ഈ ഉമ്മാൻ്റെ ഓർമ്മക്കായിട്ട് ഇതുണ്ടാവണമെന്ന് പറയുന്നുണ്ടല്ലോ. നമ്മൾക്ക് ഇന്നത്തെ കാലത്തുണ്ടല്ലോ നമ്മൾ തല്ലൂടലും അങ്ങോട്ട് കൂടപ്പറപ്പുകൾ തമ്മിൽ തല്ലൂടലും. എൻ്റെ ഇക്ക എപ്പോഴും ഞാൻ തല്ലൂടുന്ന വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ഇത്താക്കുള്ള ആകുള്ളൊരു പരിഭവമോ ചൂച്ചു എന്നാണ് ഞങ്ങൾ ആങ്ങളെ വിളിക്കുക. ചൂച്ചു റംലു എന്ത് പറഞ്ഞാലും ചൂച്ചു വേഗം സാധിച്ചു കൊടുക്കും. നമ്മളെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞാലാണ് ചോദിച്ചു. ഞാനും ഞങ്ങൾ നല്ല തല്ലുകൂടും. അതേസമയം ഞങ്ങൾ ഒന്നാവും ചെയ്യട്ടെ. അപ്പോൾ അവളിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഓരോ മുതലിന് വേണ്ടി തല്ലൂടലും കൂടപ്പറപ്പോളും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടലും. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ആ ഉമ്മ മരിച്ചിട്ട് ആ ഉമ്മാൻ്റെ മുതലുകൾ എല്ലാ പെങ്ങന്മാർ ചോദിക്കാണ്ട് അനിയന്മാർക്കും വീതിച്ച് കൊടുക്കണ ആ ഇക്കാൻ്റെ മനസ്സുണ്ടല്ലോ, അതിലും വലുത് അവർക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ ആ ഉമ്മ എത്രത്തോളം സ്നേഹമുള്ള ഉമ്മായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. എല്ലാവർക്കും ഒരുപോലെ പങ്ക് വെച്ചിട്ട് പെങ്ങന്മാർക്കും ആ പെങ്ങന്മാരെ ആ വീഡിയോയിലൊന്ന് ആങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട്. കാരണം ആ ഒരു ഉമ്മ മരിച്ചെങ്കിൽ ഉമ്മാൻ്റെ മാതിരി അവരെ സപ്പോർട്ട് ചെയ്യാൻ ആങ്ങളുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. അതിന് നമ്മൾ എത്ര മുതൽ കൊടുത്താലും എത്ര ഇത് കൊടുത്താലും മരണം വരെ ആ ബന്ധം അങ്ങനെ നിലനിർത്തട്ടെ, പടച്ചവനവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം ഇന്നത്തെ നമ്മുടെ തലമുറയിൽ കൂടപ്പറപ്പുകൾ തമ്മിൽ അങ്ങോട്ട് ഇടികൂടലും കത്തിക്കുത്തും ഒക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ടല്ലോ. ഓരോ അവസ്ഥകൾ തമ്മിൽ നല്ല ബഹളങ്ങൾ. എനിക്ക് തോന്നുന്നു ചില തള്ളാരെ നോക്കാണ്ടിരിക്കണ മക്കളും ഒരു നേരത്തെ കഞ്ഞിന് വേണ്ടിയിട്ട് ഇത്രയും മക്കളുണ്ടായിട്ട് ബുദ്ധിമുട്ടുന്ന തള്ളാരും വാപ്പാരൊക്കെ ഉണ്ട്. അതേ ഒരു അവസ്ഥയിൽ ഉമ്മ ഇപ്പം മരിച്ചു പോയിട്ട് ഉമ്മാൻ്റെ മുതൽ എല്ലാ പെങ്ങന്മാർക്കും അനിയന്മാർക്കും ഒരേ മാതിരി വീതിച്ച് കൊടുക്കണം. ആ ഇക്കാൻ്റെ നന്മക്ക് മുന്നിൽ നമ്മൾക്കൊന്നും എന്തൊക്കെ പറഞ്ഞ് ഇതാക്കിയാലും മനസ്സിലാവില്ല. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങളിൽ ചിലവരെ നമ്മൾ ഇതാക്കുമ്പോഴൊക്കെ പഠിച്ചോനെ അങ്ങനെ നമ്മളോട് തന്നെ പഠിച്ചോനെ
എന്നിട്ട് എന്തിനാണല്ലേ നമ്മൾ ഓരോ മരിച്ചു പോകുന്ന മനുഷ്യന്മാരുണ്ട്, നമ്മൾ എന്തിനാണ് ഈ മരിച്ചു പോകുമ്പോൾ നമ്മൾ ഈ സ്വത്തുകളും മുതലുകളൊക്കെ കൊണ്ടുപോകും? ഒരിക്കലുമില്ല. ഈ മണ്ണിലുള്ളത് ഈ മണ്ണിൽ തന്നെ ഉണ്ടാവും. ഒരു ചൊല്ലുണ്ട്, പെൻസിലുണ്ടല്ലോ, പെൻസില് നമ്മൾക്ക് എഴുതാനുള്ളതാണ്, പക്ഷെ നമുക്ക് തെറ്റ് കണ്ടാൽ തിരുത്താൻ ആ പെൻസിലിൻ്റെ നടുക്ക് ലാസ്റ്റ് തുമ്പത്തൊരു ഡബ്ബർ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാം? ആ പെൻസിൽ മയക്കാൻ. തെറ്റുണ്ടെങ്കിൽ ആ ഡബ്ബറായിട്ട് തന്നെ അത് മയക്കാനുള്ളതാണ് ആ പെൻസിൽ കൊണ്ടുള്ളൊരു ഉപകാരം. അപ്പോൾ നമ്മളിങ്ങനെ കുറേ എഴുതി പോകുമ്പോൾ തെറ്റ് നമ്മൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡബ്ബർ കൊണ്ട് നമ്മൾക്ക് മയക്കാനും പറ്റണം. എന്തെങ്കിലും നമ്മളെ ഭാഗത്ത് നിന്ന് നമ്മളെ ആങ്ങളമാരാവട്ടെ, നമ്മളെ ഉമ്മമാരാവട്ടെ, നമ്മൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ളൊരു ഇതാണ്. ഒരു പെൻസിലിട്ട് നമ്മളിങ്ങനെ എഴുതണം. അപ്പോൾ തെറ്റ് പറ്റിയാൽ നമ്മൾ വെട്ടരുത്, നമ്മൾ അതുകൊണ്ട് മായ്ച്ച് കളയുക. കാരണം തെറ്റ് പറ്റിയാൽ നമ്മൾ മായ്ച്ചിട്ട് പിന്നെ അത് ശരിയാക്കാനുള്ളതായിരിക്കണം. അല്ലാണ്ട് ഒരിക്കലും ആ ഒരു ഇതിൽ നിന്ന് നമ്മൾക്ക് ഇതാവില്ല. എത്ര ആയാലും നമ്മളെ ഇങ്ങനത്തെ ഒരു ആങ്ങളമാരെ കിട്ടട്ടെ എന്ന് പഠിച്ചത് ദുആ ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ.